ഹലോ പ്രസി ചേച്ചി. അബി എത്തിയിട്ടുണ്ട്. അബി ഞാൻ റിക്വസ്റ്റ് അയക്കാം കേട്ടോ, അക്സെപ്റ്റ് ചെയ്യണേ. കാണുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? വീഡിയോ ഒക്കെ ആണോ? ക്ലാരിറ്റി ഉണ്ടോ? ഹലോ. ഹായ് 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 അബി കാണുന്നുണ്ടോ അവിടെ? എന്നെ വിസിബിൾ ആണോ? കാണുന്നുണ്ട്. നിനക്ക് കാണാമല്ലോ. ഓ നീ ഓക്കെ ആടാ. എന്റെ സെന്റർ കൂടെ ഒരു ലൈറ്റ് ഇങ്ങനെ കാണുന്നുണ്ട്. അതെന്താണ് സംഭവം? ഓക്കെ, കുറെ ആൾക്കാര് നമുക്ക് കറക്റ്റ് ഒരു 5:03 സ്റ്റാർട്ട് ചെയ്യാം. ഓ ഷുവർ ഓക്കെ, ഷുവർ 5:02 അര മിനിറ്റോടെ 30 സെക്കൻഡ്സിന്റെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എന്റെ ഫോൺ കുറച്ച് ചെരിച്ചു വെച്ച് നോക്ക്. എനിക്ക് തോന്നുന്നു ആ ലൈറ്റ് സൈഡിലോട്ട് പോകുന്നു തോന്നുന്നു. അതെന്താണ് കുഴപ്പമില്ല, അവിടെ നിന്നോ. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ഒരു 10 സെക്കൻഡ് കൂടെ 5:03 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ചായ ഒക്കെ കുടിച്ചോ? ചായ കുടിച്ചോ? നീ ചായ കുടിച്ചോ? ഓ സെറ്റ്. ഓക്കെ, 5:03. ഓക്കെ ഷുവർ, പറയാം. അപ്പൊ എല്ലാവരോടും ഇന്ന് നമ്മള് ചില്ല ടോക്കീസ് സീസൺ 1 എപ്പിസോഡ് 5 ആണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ ഫസ്റ്റ് സീസണിന്റെ ലാസ്റ്റത്തെ എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും പിന്നെ കൂട്ടത്തിൽ അടിപൊളി കുറെ പാട്ടുകൾ പാടാനുമാണ് നമ്മൾ ഇന്നത്തെ ലൈവ്, അതായത് ഇന്നത്തെ ചില്ല ടോക്കീസിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സീസണിന്റെ എൻഡ് ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡോട് കൂടി. അപ്പൊ ഇന്നത്തെ ചില്ല ടോക്കീസിൽ നമ്മുടെ കൂടെ ഉള്ളത് അഭിരാജ് നടുവിൽ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അഭിയാണ്. അതെ, അഭിയേട്ടൻ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അഭിയേട്ടനാണ്. അഭിയേട്ടൻ എന്ന് പറയുന്നത്, അഭിയേട്ടനെ പറ്റിയിട്ട് ഒരുപാട് പറയാറുണ്ട്. അഭിയേട്ടൻ ആരാ എന്ന് അറിയുന്നവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കും. ഹു ഈസ് അഭിയേട്ടൻ? ഒരു പരിചയത്തിന്റെ ആവശ്യം പരിചയപ്പെടുത്താം. എന്റെ പേര് ശരിക്കും അഭിരാജ്. ഒരുപാട് ഹരിത കേരള അതുപോലെ തന്നെ ഫയർഫ്ലൈസിന്റെ അതിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ അഭിയേട്ടാ ഒരു മിനിറ്റ്, എക്കോ അടിക്കുന്നുണ്ട്. അപ്പൊ റൂമിന്റെ ലോക്ക് ഓപ്പൺ ചെയ്തിടോ, ഡോർ ഓപ്പൺ ആണ് എങ്കിൽ എക്കോ അടിക്കൂല. ഓപ്പൺ ആണോ? എങ്കിൽ സ്പേസ് ഒന്ന് മാറി ഇരുന്നാല് റെഡിയാവും തോന്നുന്നു എനിക്ക്. ഡോറിന്റെ എൻട്രൻസിന്റെ ഡോറിന്റെ അടുത്തോട്ട് ഇരിക്കാൻ പറ്റും. ഓക്കെ, കാരണം അത് ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ അത് ഇങ്ങനെ ബ്രേക്ക് ആവുന്നുണ്ട്, സൗണ്ട് കുഞ്ഞായിട്ട്. ആ ഒരു സ്ഫുടത ഒന്നും വരുന്നില്ല. ആ എൻട്രൻസിന് അങ്ങോട്ട് ഇരുന്നാ മതി. എൻട്രൻസിന് അങ്ങോട്ടേക്ക് ആ ടേബിൾ അങ്ങോട്ട് പിടിച്ചിടാൻ പറ്റും. ഡോറ് പെട്ടെന്ന് കേട്ടോ. നോട്ട് ക്ലിയർ. ഇപ്പൊ ഏകദേശം ഓക്കെ ആണോ? ആ ഓക്കെ ആണ്. ശരി.
എടാ ശരി. പറഞ്ഞോളൂ നീ പറ. ഓക്കെ, അപ്പൊ അതാണ് അഭിയേട്ടൻ പറഞ്ഞു. എന്ത് അഭിയേട്ടൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോവാണ്. പിന്നെ എന്താ കൂട്ടത്തിലൊരു കാര്യോട് പറഞ്ഞു, ഫയർ പ്ലേസിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോഴിതാ നമ്മുടെ ഫയർ പ്ലേസിന്റെ ചില്ലയിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ അഭിയേട്ടന്റെ പ്രത്യേകത എന്താ അറിയോ? എല്ലാവർക്കും അറിയാം, അഭിയേട്ടൻ എന്ന് പറയുമ്പോൾ അഭിയേട്ടന്റെ പാട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് ഓർമ്മ വരിക. അപ്പൊ ഇന്ന് ഒരുപാട് പാട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പാടാനുണ്ട്. അതിന് മുന്നേ അഭിയേട്ടൻ എന്താ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോ ഹരിത കേരള മിഷനിലാണ്. ഹരിത കേരള മിഷൻ. ഹരിത കേരള മിഷൻ എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലൊന്ന് പറഞ്ഞു കൊടുക്കുക. ഹരിത കേരള മിഷൻ എന്നുള്ളത് ഗവൺമെന്റ് മിഷനുകളിൽ ഉൾപ്പെടുന്ന ഒരു മിഷനാണ്. സോ കൂടുതലായി 4 മേഖലകളിൽ മിഷന് പൊതുവിദ്യാഭ്യാസ യജ്ഞം, ആർദ്രം പദ്ധതി, ഹരിത കേരള മിഷൻ. അപ്പൊ വെള്ളം വൃത്തി വിളവ് കൊണ്ടാണ് ഹരിത കേരള മിഷൻ. സൗണ്ട് ഓഡിയോ ഇഷ്യൂ വന്നു. ഓക്കെ, അല്ല അതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ പുറത്താണ് ഇരിക്കുന്നത് അഭി. ഒന്നുകൂടി എൻഡ് ചെയ്തിട്ട് ആദ്യം വരണോ? അല്ല, സൗണ്ട് ഓക്കെ ആയിക്കോളൂ. ഇപ്പൊ പുറത്താണ് ഇരിക്കുന്നത്. പുറത്താണ്. പുറത്താവുമ്പോ എക്കോ അത് ശരിയായിക്കോളും തോന്നുന്നു എനിക്ക്. അല്ലടാ, ഇവരെല്ലാരും കമന്റ് ചെയ്യുമ്പോ ഇപ്പൊ സൗണ്ട് ഓക്കെയാണോ? എനിക്ക് നിന്റെ സൗണ്ട് നിങ്ങക്ക് ഇയർഫോൺ വെക്കാൻ പറ്റുമോ? ഷുവർ. എടാ ഞാൻ സ്പീക്കർ ഒന്നല്ലോ. അല്ലല്ല, ഞാൻ ഇയർഫോൺ യൂസ് ചെയ്യും. ഇപ്പൊ ഓക്കെ ആണോ? സംസാരിക്കേ. ഇപ്പൊ ഓക്കെ ആണോ? യാ, പെർഫെക്റ്റ്, ഓക്കെ ആണ്. ഓക്കെ, രണ്ട് മൂന്ന് ആൾക്കാരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യോ എക്കോ ഓക്കെ ആണോ? ആരെങ്കിലും ഒന്ന് ലൈക്ക് ടൈപ്പ് ചെയ്യാം. എനിക്ക് ഓക്കെ ആണ് കേട്ടോ, സൗണ്ട് ഓക്കെ ആയിട്ടുണ്ട്. ഷുവർ. സ്നേഹ എക്കോ ഉണ്ടെന്ന് പറയുന്നു. സൗണ്ട് ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇഷ്യൂ വരികയാണെങ്കിൽ. അപ്പം ഹരിത കേരള മിഷൻ ഒരുപാട് തരിശു നിലങ്ങള് അവിടെ കൃഷി തുടങ്ങിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് അറിയാം. അപ്പോ എന്താണ് എക്സാക്ട്ലി ഹരിത കേരള മിഷൻ ചെയ്യുന്നത്? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വെള്ളം വൃത്തി വിളവ് ഈ 3 മേഖലകളിൽ കേന്ദ്രീകരിച്ചിട്ടാണ് ഹരിത കേരള മിഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ, അതായത് മഴവെള്ള സംരക്ഷണം പോലെയുള്ള അല്ലെങ്കിൽ കാച്ച്മെന്റ് സോൺ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, പുതിയ കുളം, അതുപോലെ പുഴകളുടെയൊക്കെ നവീകരണം, അങ്ങനെയുള്ള കുറെ പ്രവർത്തനങ്ങൾ. അതിലും കൂടുതലായിട്ട് പിന്നെ കുറെ അതിൻ്റെതായ തനത് പദ്ധതികൾ കൂടിയുണ്ട്. ഇതിലൂടെയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തരിശു നിലങ്ങളായിക്കോട്ടെ, നമ്മുടെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളായിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഇതൊക്കെയാണ് ഹരിത കേരള മിഷൻ. ഹരിതമാക്കുന്നത് അത് വേസ്റ്റ് മാനേജ്മെന്റും ചെയ്തിട്ട് ജലം സംരക്ഷിച്ചിട്ടും പിന്നെ തരിശു നിലങ്ങൾ പച്ചപ്പാക്കിയിട്ടും അല്ലെ? തരിശു നിലം മാത്രമല്ല, കൃഷി വ്യാപനം അല്ലെ? ഓക്കെ. അപ്പം ഇപ്പൊ ഞാൻ ഇത് ചോദിക്കാൻ കാരണം എന്താ പറയുക, അഭിയേട്ടൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ലൈക്ക് ഹരിത കേരള മിഷനിൽ ഇങ്ങനത്തെ ഭയങ്കര ഒരു സോഷ്യൽ വർക്ക് റിലേറ്റഡ് ഒരു സാധനമാണ് ചെയ്യുന്നതെങ്കിലും അഭിയേട്ടന്റെ പാഷൻ എന്ന് പറയുന്നത് പാട്ടാണ്. അഭിയേട്ടന്റെ ജീവിതം എന്ന് പറയുന്നത് പാട്ടാണ്. അതുകൊണ്ട് തന്നെ ചിലമ്പൊലി എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അഭിയേട്ടനൊക്കെ അതിലൊരു മെമ്പറാണ് അല്ലെ? അപ്പൊ എങ്ങനെയാണ് ചിലമ്പൊലിയുടെ തുടക്കം? എവിടെ നിന്നാണ് ചിലമ്പൊലിയുടെ തുടക്കം? എടാ, ചിലമ്പുലി എന്നുള്ളത് എന്റെ രണ്ട് ചിലമ്പൊലി ശരിക്കും കാസർഗോഡ് വർക്ക് ചെയ്യുന്നുണ്ട്.
ആഹാ. അതില് ഒരു ചിലമ്പൊലി കാസർഗോഡ് ബേസ് ചെയ്തിട്ടും ഒരു ചിലമ്പൊലി കാഞ്ഞങ്ങാട് ബേസ് ചെയ്തിട്ടുമാണ്. ഇപ്പൊ നമ്മൾ ഒരുപാട് പരിപാടികൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എന്റേർലി രണ്ട് ചിലമ്പൊലി തന്നെയാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ കാഞ്ഞങ്ങാട് ചിലമ്പൊലിയിലാണ് വർക്ക് ചെയ്ത് വന്നത്. അതാണ് ശരിക്കുള്ള ടീമും ഏകദേശം ഒരു 10 വർഷക്കാലത്തോളായിട്ട് ചിലമ്പൊലി നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 10 വർഷമായിട്ട്? അതെ. ഓക്കെ. ചിലമ്പൊലി ആരാ തുടങ്ങുന്നത്? അഭിയേട്ടനാണ് തുടങ്ങുന്നത്? നമ്മളൊരു കുറെ കൂട്ടം ആൾക്കാരാണ്, നമ്മുടെ സുഹൃത്തുക്കൾ. ഓക്കെ ഓക്കെ. ഇപ്പോഴും ചിലമ്പൊലി പോകുന്നുണ്ടോ അപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട്? ഈ ലോക്ക്ഡൌണിൽ കുറച്ച് ലൈവ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തതല്ലാതെ നമുക്കറിയാലോ കൂടിയിരിക്കുക എന്നുള്ളൊരു പ്രശ്നമായതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു വിഷയങ്ങൾ. ഓക്കെ. ലോക്ക്ഡൌണിൽ എനിക്ക് തോന്നുന്നു FB യിൽ ഒരുപാട് ലൈവ് ഒക്കെ പോയിരുന്നു. തീർച്ചയായും ആ സമയത്ത് കുറച്ച് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഒരു പാട്ട് പാടിയാലോ അങ്ങ്? തീർച്ചയായും മൂസ. അപ്പൊ ആർക്കെങ്കിലും ഇപ്പൊ ഈ കമന്റ് ചെയ്യുന്ന ആർക്കെങ്കിലും ഒരു പാട്ട് കേൾക്കാൻ ഏതെങ്കിലും ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്ന പാട്ടുകളാണെങ്കിൽ തീർച്ചയായും പാടാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. അപ്പൊ അവസരമാണ്, വ്യൂവേഴ്സിനുള്ള ഒരു അവസരമാണ്. ആർക്കും പാട്ട് പറയാം, സജസ്റ്റ് ചെയ്യാം. അഭിയേട്ടന്റെ പാട്ട് പാടുന്നതാണ്. തീർച്ചയായിട്ടും ആ പാട്ട് പാടാൻ വേണ്ടി ശ്രമിക്കാം. എനിക്ക് തോന്നുന്നു അഭിയേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഓർമ്മ വരുന്നത്, അറിയുന്ന ആൾക്കാർക്കൊക്കെ അഭിയ എന്ന് പറയുമ്പോൾ പാട്ടാണ് ഓർമ്മ വരാറ് അല്ലെ? അഭിയേട്ടന്റെ പാട്ട് എന്നുള്ളതാണ് ഓർമ്മ വരാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരുവിധം അഭിയേട്ടൻ ഏതൊക്കെ പാട്ട് പാടാറുണ്ട്, ക്ലാസിക്കലായിട്ട് സ്ഥിരമായിട്ട് പാടുന്ന ഒരുപാട് പാട്ടുണ്ട്. ഇതേ ഒരു പാട്ട് പറയുന്നുണ്ട് എന്ന് തോന്നുന്നു. ആരൊക്കെയോ കമന്റ് ചെയ്യുന്നുണ്ട്. വാലിന്മേൽ പൂ. അതേതാണ് എനിക്കറിയില്ല കേട്ടോ പാട്ട്. അതൊന്ന് പാടാൻ ശ്രമിക്കാം. അത് ആരാണെന്ന് മനസ്സിലായോ? ഗുൽമോഹറാണ്. ഓക്കെ. അപ്പോ നമുക്ക് എന്തായാലും വാലിന്മേൽ പോകുന്നുള്ള പാട്ട് നോക്കാം. ഓക്കെ. വാലിന്മേൽ വാലിട്ടെഴുതിയ വേൽമൂന കണ്ണുമായി സൗണ്ട് റിപ്പീറ്റ് ആവുന്നുണ്ടോ? ഇപ്പൊ ഓക്കെയാണോ? സൗണ്ട് ഓക്കെയാണ്. ഓക്കെ. വാലിന്മേൽ വാലിട്ടെഴുതിയ കണ്ണുമായി വന്ന വേഷം കിളിമകളെ സുഖമോ കിളി കുശലം ചൊല്ലും മഴയേ പാടാൻ ഇനി വരും വിഷുനാളിൽ വാലിട്ടെഴുതിയ കണ്ണുമായി വന്ന വേഷം കിളിമകളെ. വോയിസ് റിപ്പീറ്റ് ചെയ്തൊരു പ്രശ്നമുണ്ടോ? എനിക്ക് ഓക്കെ ആണല്ലോ, സൗണ്ട് ഓക്കെയാടാ. പക്ഷെ എല്ലാരും അതിന്റെ റിപ്ലൈ തരുന്നുണ്ട്. നിന്റെ അടുത്തുനിന്ന് ആരെങ്കിലും ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടോ? അവരോടൊന്ന് മാറിക്കാൻ വേണ്ടി പറയാം. അതെല്ലാം തോന്നുന്നു. കാരണം എനിക്ക് സൗണ്ട് ഓക്കെ ആണ്. വോയിസ് റിപ്പീറ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ സൗണ്ട് പക്ക പെർഫെക്റ്റ് ആണ്. ഞാനൊരു കാര്യം ചെയ്യട്ടെ. പിന്നെ ആര്യയുടെ അക്കൗണ്ട് കയറിയാലോ? അല്ലല്ല, പറ്റില്ല അല്ലേ? നിന്റെ പറ്റില്ല അല്ലേ? ഓക്കെ, സെറ്റ്. നീ ഇയർഫോൺ യൂസ് ചെയ്യുന്നില്ല? അപ്പൊ ഇയർഫോൺ യൂസ് ചെയ്യും. ഓക്കെ. നമുക്ക് നോക്കാം. കാരണം എനിക്ക് സൗണ്ട് ഓക്കെ ആയിട്ടാണ് ഇപ്പൊ കേൾക്കുന്നത്. ഓക്കെ. എന്റെ സൗണ്ട് ഓക്കെ ആണോ? പവിഷേട്ടൻ എന്ന് പറയുന്നു. സൗണ്ട് ചെറിയ സീനായിട്ടുണ്ട് അല്ലേ? സൗണ്ടാണ് ഒരു പ്രശ്നം. വോയിസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനൊന്ന് ഹെഡ്സെറ്റ് വെക്കട്ടെ. ഓക്കെ, ശരി. അപ്പൊ ഇതിൽ കുറെ ആൾക്കാരെ കാണുന്നുണ്ട്. അശ്രിയുണ്ട്, പവീഷേട്ടനുണ്ട്, പല്ലവി, ഗൗരി, പ്രസി ചേച്ചി, അശ്വതി, കുറെ ആൾക്കാരുണ്ട്. ഓക്കെ ആണോ? ഞാൻ ഇയർഫോൺ കണക്ട് ചെയ്യട്ടെ.
ഓക്കെ. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പം സൗണ്ട് ഓക്കെ ആണോ? ഇപ്പൊ സൗണ്ട് എല്ലാവരും എന്ത് ഓക്കെ ആണോ? പറയുന്നു? ഒന്ന് പറയാവോ? ആരെങ്കിലും ഒന്ന് പറയാവോ? ഇപ്പൊ സൗണ്ട് ഓക്കെ സൗണ്ട് ആണോ? ഓക്കെ ആണോ ഒന്ന് പറയാവോ? അവിടെ ഒരുപാട് ഫാൻസ് അസോസിയേഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അതാണ് ഓക്കെയാണ്. അനുപാട്ടൻ ഓക്കെ ഓക്കെ ആണ്, ആണെന്ന് സൗണ്ട് പറഞ്ഞു. ഓക്കെ, അനുപാട്ടൻ പെർഫെക്റ്റ്. ഓക്കെ ആണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം ഓക്കെയാണ്. എല്ലാം ഓക്കെയാണ്. അപ്പം അടുത്ത പാട്ട് കേട്ടോ. അടുത്ത നിറമേ പാട്ട് ചുവപ്പ് ചോദിച്ചോളൂ. ഞാൻ നിറമേ പിന്നീട് ചുവപ്പ്. വെച്ചിട്ടുണ്ട്. നിറമേ ചുവപ്പ് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ചേട്ടൻ നമുക്ക് ആ പാട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പാടാൻ വേണ്ടി ശ്രമിക്കാം. വെറുമൊരു നിറമല്ലെനിക്ക് ചുവപ്പെന്റെ ഇടനെഞ്ചിലെരിയുന്ന കനല ചുവപ്പ്. വെറുമൊരു നിറമല്ലെനിക്ക് ചുവപ്പെന്റെ ഇടനെഞ്ചിലെരിയുന്ന കനല ചുവപ്പ്. കാതങ്ങൾ താണ്ടി നാം ഇവിടെത്തി നിൽക്കുമ്പോൾ ഭൂതകാലത്തിന്റെ സ്മരണ ചുവപ്പ്. കാതങ്ങൾ താണ്ടി നാം ഇവിടെത്തി നിൽക്കുമ്പോൾ ഭൂതകാലത്തിന്റെ സ്മരണ ചുവപ്പ്. ഓക്കെ, താങ്ക് യു അശ്രേട. ആ പാട്ട് സജസ്റ്റ് ചെയ്തതിന്. ഓക്കെ, ഇനി ചോദിക്കും. അപ്പൊ ഇനി ഒരുപാട് പാട്ട് നമുക്ക് പാടാനുണ്ട്. അതിന് മുൻപ് ഇപ്പൊ ഞാൻ ചിലമ്പലിനെ പറ്റി പറഞ്ഞു. അപ്പം ചിലമ്പൽ മാത്രമല്ല, അഭിയേട്ടന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 1000-ൽ ഒരാളൊക്കെ ആയിരിക്കും അഭിയേട്ടൻ. തെയ്യം കെട്ടുന്ന ഒരാളാണ് അഭിയേട്ടൻ, അല്ലെ? സത്യത്തില് അത് ഭയങ്കരമായിട്ട് എല്ലാ റിലീജിയനിലും അങ്ങനെയുള്ള ഒരുപാട് കസ്റ്റംസ്, ഒരുപാട് കൾച്ചറൽ രൂപങ്ങളുണ്ട്. അതേപോലെ നമ്മുടെ എന്താണ് ഈ തെയ്യം എന്ന് പറയുന്നത്, അതിന് അതിൻ്റെതായിട്ട് ഒരു ഡിവൈൻ സാധനമുണ്ട്. തീർച്ചയായും. അപ്പൊ ഈ തെയ്യം കെട്ടുക എന്ന് പറയുന്നത് അത് കാണാനൊരു ലുക്കാണെങ്കിലും കെട്ടുന്ന ആളുടെ ഉള്ളിൽ എന്താണ് അപ്പോൾ ഉണ്ടാവാറ്, അതൊരു ഫീൽ ഉണ്ടല്ലോ. ലൈക്ക് വേറൊരു ഞാനല്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഞാൻ തെയ്യം കെട്ടി കഴിഞ്ഞാൽ അതിനൊന്ന് പറയാം, എന്താണ് തെയ്യം കെട്ടി കഴിഞ്ഞാൽ അഭിയേട്ടന്റെ ഒരു ഫീല്? തീർച്ചയായിട്ടും. അത് പിന്നെ പല സമയത്തും ഏതൊരു തെയ്യം കലാകാരനും ഏത് സമയത്തും നമുക്ക് നേരിടുന്ന ഒരു ചോദ്യമാണിത്. കാരണം എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ആ സമയത്ത് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നത്, അല്ലെങ്കിൽ തെയ്യം കെട്ടുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. പല സമയത്തും സുഹൃത്തുക്കളായിക്കോട്ടെ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫീൽ എന്താണെന്ന് വെച്ചാല് കൃത്യമായി അതിനെ എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുന്നു എന്ന് എനിക്കറിയില്ല. ബട്ട് മൂസ അതൊരു കൃത്യമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പൊ മൂസയാണ് എന്റെ മുന്നിൽ തെയ്യത്തിന് വന്ന് നിൽക്കുന്നതുണ്ടെങ്കിൽ എനിക്കൊരിക്കലും താങ്കൾ മൂസയല്ല എന്നുള്ളൊരു ബോധ്യവും, മൂസക്ക് ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്ന അഭിരാജ് അല്ല, അത് തെയ്യമാണെന്ന് മൂസേന്റെ മനസ്സിലുണ്ടാവുന്ന ഒരു തോന്നലുമില്ലേ? ഈ രണ്ട് തോന്നലുകളുടെ ഒരു വർക്കൗട്ടാണ് തെയ്യത്തിന്റെ ഉള്ളിലുള്ള ഒരു മാനസികാവസ്ഥ എന്ന് പല സമയത്തും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു മൈൻഡിലേക്കാണ് ഈ തെയ്യത്തിന്റെ പ്രിപ്പറേഷനിലൂടെയൊക്കെ നമ്മൾ എത്തിച്ചേരുന്നത്. കാരണം ഒരിക്കൽ പോലും നമുക്ക് ആ ഒരു തരത്തിൽ നമ്മൾ അത് തന്നെ ആയി മാറുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് എന്റെ സുഹൃത്തുക്കളെ പോലും നേരിട്ട് മനസ്സിലാവാത്തൊരു അവസ്ഥ. കാരണം അതാണ് അതിന്റെ ഒരു ഡിവൈൻ സാധനം എന്ന് തോന്നുന്നു. അതേപോലെ മൂസയും അത്രയും നാള് കണ്ട എന്നെ മറ്റൊന്നായി കാണുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. ഈ രണ്ട് മൊമെന്റിലുമാണ് തെയ്യം വർക്ക് ചെയ്യുന്നത് എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട് പല സമയങ്ങളിലും. ഓക്കെ. കാരണം അത് ചോദിക്കാനൊരു കാരണം എന്താ വെച്ചാൽ ചില സമയം ഞാൻ കേട്ടിട്ടുണ്ട്, പല തെയ്യങ്ങളുണ്ട്. പൊട്ടൻ തെയ്യം, അങ്ങനെ ഒരുപാട് തെയ്യങ്ങളുണ്ട്. കൂട്ടത്തില് ഇങ്ങനെ ഒരു ദിവസം 15 മണിക്കൂറൊക്കെ തെയ്യം കെട്ടുന്ന ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. തീർച്ചയായും. അതൊരു സാധാരണ മനുഷ്യന് അത് പോസിബിൾ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് പോസിബിൾ ആയതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പൊ ഒരു വേറൊരു മൈൻഡ് ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ സാധാരണ ഒരു മെന്റാലിറ്റി ചെയ്യാൻ പറ്റില്ല. അതെ, ഒരു ഡിവൈൻ സാധനത്തിൽ ഇപ്പം പല സ്ഥലങ്ങളിൽ, ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ തന്നെ പല തെയ്യ സ്ഥലങ്ങളും ഏകദേശം ഈ പറഞ്ഞതുപോലെ 15, 16, 17, 18 മണിക്കൂറുകളൊക്കെ ഇത്രയും വെയിറ്റും കാര്യങ്ങളും വെച്ച് ചെയ്യുന്ന കുറെ തെയ്യ സ്ഥലങ്ങളുണ്ട്. അപ്പോ ഒരു സാധാരണ മനുഷ്യന് വെള്ളം കുടിക്കാതെ, അവന്റെ പ്രാഥമിക കാര്യങ്ങളൊന്നും ചെയ്യാതെ, എന്താ പറയുക, ആക്ച്വലി ഒന്ന് അറിഞ്ഞൊന്ന് തുപ്പാൻ പോലും സാധിക്കാതെ ഇത്രയും സമയം ഇതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് അത് നൽകുന്നൊരു എന്തോ ഒരു ഡിവൈൻ പവർന്നോ, അല്ലെങ്കിൽ അവരുടെ ഒരു ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു മെന്റൽ സ്റ്റേറ്റ് അങ്ങനെ ആവുന്നൊക്കെ വേണം നമ്മൾ വിലയിരുത്താൻ വേണ്ടിട്ട്. ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് വരാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ അറിയാനുണ്ട്. അഭിയേട്ടന്റെ ഈ തെയ്യത്തിലേക്ക് വരാനുള്ള കാരണം എന്താ? അഭിയേട്ടന്റെ ഫാമിലി തീർച്ചയായും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തെയ്യം ഫാമിലിയാണ്. അങ്ങനെയാണ് തെയ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പോഴും കെട്ടാറുണ്ട് തെയ്യം? തീർച്ചയായും ഇപ്പോഴും തെയ്യം കെട്ടാറുണ്ട്. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. അതിനു മുമ്പ് തെയ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ.
ഒരു വർഷം എത്ര തെയ്യൊക്കെ കിട്ടും? ഞാനൊന്നും അത്ര വലിയ ഇതൊന്നും അല്ല കേട്ടോ. കാരണം എന്റെ സ്ഥലങ്ങളിലുള്ള കുറച്ച് ഒരു അറൗണ്ട് ഒരു 10-20 തെയ്യത്തിനുള്ളിൽ ഒരു വർഷം, അത്ര മാത്രമേ നമ്മൾക്കെല്ലാം പറ്റാറുള്ളൂ. 10-20 തെയ്യൊക്കെ അല്ലെ? അതെ അതെ അതെ. ഓ, അതൊരു പുതിയ അറിവാണ്. ഞാൻ തെയ്യം കെട്ടാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരു വർഷം 10-20 തെയ്യം എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണത്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, തെയ്യത്തിനെ പറ്റി നമുക്കറിയാത്ത എന്തെങ്കിലും കാര്യം അഭിയേട്ടന് പറഞ്ഞു തരാനുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ, നമ്മൾ കരുതി വെച്ചിരിക്കുന്ന പല മിഥ്യകളും ഉണ്ടാവും. ചിലപ്പം നിങ്ങളത് ചെയ്യുന്നതിനോട് ഒരു പൊളിച്ചെഴുത്ത് പറയുന്ന പോലെ. തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു മിത്തിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ പോലും, ഒരു മിത്ത് എല്ലാ തെയ്യത്തിനും പറയാനുണ്ടെങ്കിലും, അതായത് ഞാൻ പറയുന്ന മിത്ത് എന്ന് വെച്ചാൽ പുരാണങ്ങളിലും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു മിത്തിക്കൽ സാധനം പറയുന്നതിനപ്പുറത്തേക്ക് പല സ്ഥലങ്ങളിലും അതായത് ഇതൊരു സ്ട്രക്ചേർഡ് സംഭവം ആണ് എന്നൊക്കെ ഒരു പൊതുബോധം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, പല സ്ഥലങ്ങളിലുള്ള തെയ്യങ്ങള് ആ സമയത്തിനനുസരിച്ച് സ്പോണ്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. അതാണ് അതിന്റെ ഒരു വൈവിധ്യവും. ഞാൻ പറഞ്ഞത് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും സെയിം ആണ്, അല്ലെങ്കിൽ അത് ഒരു ബാക്കപ്പ് ഉള്ള സാധനത്തിനപ്പുറത്തേക്ക് പല സ്ഥലങ്ങളിലും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളിലും തെയ്യത്തിൽ വരാറുണ്ട് എന്നുള്ളതാണ് ഒന്ന്. ഇങ്ങനെ സമകാലിക കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അതായത് ഓരോരോ ആൾക്കാരുടെ സങ്കടങ്ങളും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓരോ തെയ്യത്തിനും പറയാറ് അല്ലെ, വിഷയമായിട്ട് വരാറ്. അതെ അതെ. ഓക്കെ, എന്താണ് തെയ്യത്തിന്റെ രാഷ്ട്രീയം? തീർച്ചയായിട്ടും എനക്കത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു പാവപ്പെട്ടവന്റെ സങ്കടത്തെ, അല്ലെങ്കിൽ അത് പറഞ്ഞു വരുമ്പോൾ കുറേ രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളതാണ്. ഏത് തരത്തില് തെയ്യത്തിന്റെ രാഷ്ട്രീയം എന്ന് ഒറ്റ ചുരുക്കത്തിൽ പറയാൻ, അത് പാവപ്പെട്ടവന്റെ രാഷ്ട്രീയമാണ് തെയ്യം മുന്നോട്ട് വെക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാണ് ഇപ്പൊ ഞാൻ അത്രയും പറഞ്ഞൊന്ന് ഒതുക്കുന്നു. ഓക്കെ ഓക്കെ, ഫൈൻ. പിന്നെ അതെ, അടുത്ത പാട്ട് വന്നിട്ടുണ്ട് അല്ലെ? മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി എന്നുള്ള പാട്ട് അനൂപാട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അനൂപാട്ടൻ നമ്മളെ ജില്ലയിൽ ഒരിക്കൽ വന്നിട്ടുണ്ട്, എനിക്കറിയാലോ അനൂപാട്ടൻ. ശ്രീകുമാർ തമ്പിയാട്ടന്റെ കൂടെ ഒരിക്കൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അനൂപാട്ടന് വേണ്ടിട്ട് ആ പാട്ടിന്റെ ചില്ലായിട്ടുണ്ടെങ്കിൽ പാടിക്കോ. ആയിക്കോട്ടെ, സുഖ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ, കാറ്റാലി ഈരൻമുടി ചേരുന്നൊരൻ മേലാകവേ, നീളുന്നൊരേ മൺപാതയിൽ തോളോട് പോയില്ലയോ. ഓക്കെ, താങ്ക് യു അനുവേട്ട. അപ്പൊ ഇതുപോലെ ആർക്കെങ്കിലും പാട്ടുകൾ പാടാൻ, ഏതെങ്കിലും ഒരു പാട്ടുകൾ സജസ്റ്റ് ചെയ്താൽ തീർച്ചയായും പാടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അതിനിടയിൽ. അപ്പോ അതിനു മുമ്പ് ഒരാളിവിടെ കണ്ടോ നീ, നമ്മുടെ പ്രിയപ്പെട്ട കുട്ട അബി എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ സ്വന്തം ശരത്ലാലാണ്, നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് ശരത്ലാല്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒന്ന് പരിചയപ്പെടുന്നു കേട്ടോ മൂസ. പിന്നെ ഞാനൊന്ന് അകത്തിരിക്കാം. അപ്പൊ നീ പറഞ്ഞോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. പിന്നെ ഇതേപോലെ ഒരുപാട് പാട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആളാണ് അഭിയേട്ടന്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, കൂട്ടത്തിൽ ഏറ്റവും റിമെമ്പറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് എന്തുകൊണ്ടാണ് അത് റിമെമ്പറബിൾ ആയത് എന്നുള്ളൊരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്ന് ഓർക്കുന്ന കുറെ മൊമെന്റ്സ് അങ്ങനെ പറയാനുണ്ടെങ്കിലും, ഏറ്റവും വളരെ മനോഹരമായ രീതിയിൽ പറയാനുള്ള ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാല്, അതില് ജില്ലയിലത്തെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഫയർഫ്ലൈസിന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്ന ഒരു വേദിയുണ്ട്. അപ്പൊ അതാണിപ്പം പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. നമ്മുടെ കാഞ്ഞങ്ങാട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമയത്ത് ചിലമ്പുലി ചെയ്ത പരിപാടിയാണ്. അതില് ചിലമ്പുലി കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്നുള്ളൊരു വ്യത്യാസമൊന്നും ഇല്ലാതെ നമ്മളെല്ലാവരും ചേർന്ന് ചെയ്തൊരു പരിപാടിയാണ്, നമ്മുടെ നാടിന്റെ ഒരു പരിപാടി എന്നുള്ള നിലയിൽ. കാരണം അതൊരു ഭയങ്കര വൈബായിരുന്നു. കാരണം അത്രയും നാട്ടിലെ ആൾക്കാരെ ഒരുമിച്ച് നമ്മളെ നാട്ടിൽ ഒരു പരിപാടി നമ്മളെ നാടിനു വേണ്ടി ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിരുന്നു. അതൊരിക്കലും മറക്കാനാവാത്തൊരു പരിപാടിയായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാനും അന്നുണ്ടായിരുന്നു അവിടെ. അങ്ങനത്തെ ഒരു വൈബായിരുന്നല്ലോ. കാരണം നമ്മുടെ നാട്ടിൽ നിന്നിട്ട് നമ്മളൊരു പരിപാടി ചെയ്യുന്നതിന്റെ ഒരു ഫീല് വേറെയാണ്. തീർച്ചയായും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആ പരിപാടി എന്നുള്ളത്. അബിക്ക് ഈ പാട്ട് എന്ന് പറയുന്നത് എന്താണ്?
പാട്ട് പാട്ടാണോ അല്ലെങ്കിൽ ജീവിതമാണോ അല്ലെങ്കിൽ സന്തോഷമാണോ? എന്താണ് പാട്ട് അഭിക്ക് തരുന്നത്? എവറി ടൈം ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു ചില ഒരു കോപ്പിംഗ് മെക്കാനിസം ഉണ്ടല്ലോ. നമുക്ക് എല്ലാ സമയത്തും എല്ലാവരും ഒരു ഇഷ്യൂവിനെ നമുക്ക് എങ്ങനെയാണ് കാണുക എന്നുള്ളത്. ചിലപ്പം ഭയങ്കര എന്ത് ഇഷ്യൂ വന്നാലും ചിരിക്കുന്നവരുണ്ട്, എന്ത് ഇഷ്യൂ വന്നാലും ചിലപ്പം സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ പോലെ പല സമയങ്ങളിലും ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിട്ട് ഇതിന് തോന്നിയിട്ടുണ്ട്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും അതിനെയൊക്കെ മാറ്റാൻ പറ്റുന്നൊരു വേ ഓഫ് ലൈക്ക് അതുപോലെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പാട്ട് എന്നുള്ളത് എനിക്ക് എപ്പോഴും എന്റെ ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിട്ടാണ്, എന്റെ ഒരു ഫീലിങ്സിന്റെ ഒരു കോപ്പിംഗ് മെക്കാനിസം. സന്തോഷത്തിലാണ്, സങ്കടമാണെങ്കിൽ പോലും എല്ലാത്തിനെയും കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് പാട്ടിലൂടെ പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. ഓക്കെ. കാരണം അബിനോട് ഞാന് അബിക്ക് പാട്ട് എന്താ ചോദിച്ചു, അബി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ത്, നമുക്ക് ഈ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ട് മൊമെന്റ്സ് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. ആ മൊമെന്റ്സിന് ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ അബിക്ക് എന്താ ചെയ്യാൻ പറ്റുക? അബി അവിടെ പാട്ട് പാടി കൊടുക്കും. തീർച്ചയായിട്ടും അതാണ് അത് തന്നെയാണ് ചെയ്യുന്നത്. എടാ, അതിനുള്ളിൽ ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അഞ്ജു അമ്പിളി പറഞ്ഞിട്ടുണ്ട്. തിന്മയുടെ മുകളിൽ നന്മയ്ക്കുള്ള വിജയമാണ് തെയ്യം എന്ന് മുന്നോട്ട് വെക്കുന്നത്. വളരെ തീർച്ചയായിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെ അഞ്ജു കോട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ ഒരു പാട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ശരത്തിനെ കണ്ടോ നീ? ശരത്ത് നല്ലൊരു തെയ്യം കലാകാരനാണ് കേട്ടോ. രീ എന്നുള്ളൊരു പാട്ട് ഒന്ന് പാടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ പാട്ടൊന്ന് ഞാൻ പാടിക്കോട്ടെ മൂസ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അപ്പോ ഈ പാട്ടിനെ പറ്റി പറഞ്ഞിട്ടൊന്ന് പാട്. തീർച്ചയായും ശരത്തിനെ കുറിച്ചൊന്ന് പറയട്ടെ. ശരത്ത് ഒരു നല്ല തെയ്യം കലാകാരനാണ്. അതിലുപരിയായിട്ട് പിന്നെ അവന്റെ ഫാമിലി ബേസ്ഡ് വളരെ മനോഹരമായ രീതി, അവന്റെ ഏട്ടനായിക്കോട്ടെ അവന്റെ അച്ഛനും എല്ലാവരും നല്ലൊരു തെയ്യം കലാകാരനാണ്. നല്ലൊരു നാടൻപാട്ട് കലാകാരൻ കൂടിയാണ് ശരത്ത്. അപ്പോ ശരത്ത് പറയുന്ന പോലെ രീ എന്നുള്ള പാട്ടൊന്ന് പാടാം. രീ എന്നുള്ള പാട്ട് പിന്നെ നമ്മളെ പ്രിയപ്പെട്ട ജയേട്ടനൊക്കെ ഇപ്പൊ ഒന്ന് റീകവർ ചെയ്ത് വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ആദിവാസി ഗാനമാണത്. ഇതിന്റെ പ്രത്യേകത, ഈ പാട്ടിന്റെ വായ്ത്താരി ഒരക്ഷരമാണ്. രീ എന്ന് പറഞ്ഞ അക്ഷരമാണ് ഈ പാട്ടിന്റെ വായ്ത്താരിയിൽ ഫുള്ളായിട്ട് വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു നാടൻ പാട്ടാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് പാടാം. പാട്ടിങ്ങനെയാണ് വരുന്നത്. രീ 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 അക്കരത്തോട്ടിലെ കരിഞ്ഞണ്ടിനെ കാണുഞ്ചോ, കണ്ണിറുക്കി കാണുഞ്ചോ, കൈമാടി വിളിക്കുഞ്ചോ, രീ 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 ബാങ്കി വച്ച പട്ടുചേല ചുറ്റാനഞ്ചും പൂതി, ചുറ്റാനഞ്ചും പൂതി, ചുറ്റാനഞ്ചും പൂതി, രീ 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 രീ. അങ്ങനെ പോകുന്നൊരു പാട്ട്. ശരത്തെ താങ്ക് യു ആ പാട്ട് സജസ്റ്റ് ചെയ്തത്. അടിപൊളി പാട്ട്. പിന്നെ ഇതേപോലെ നമ്മളിപ്പോ ഒരുപാട് പാട്ട് അല്ലാണ്ട് പാടിയിട്ടുണ്ട്. പക്ഷെ കൂടുതൽ നാടൻ പാട്ട് പാടിയിട്ടുണ്ടോ എനിക്ക് ഓർമ്മല്ല. നാടൻ പാട്ട് പാടിയാലോ? ഓ തീർച്ചയായിട്ടും ഒരു നാടൻ പാട്ട് നമുക്ക് എന്തായാലും ഒന്ന് പാടാം. ഒരു നാടൻ പാട്ട് പിന്നെ ഞാൻ എല്ലാ സ്റ്റേജിലും പാടുന്നൊരു പാട്ടൊന്ന് പാടിയാ പോരെ? പിന്നെ മിക്ക വേദികളിലും പാടുന്ന താരക പെണ്ണാളെ എന്നുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ട് കൂടിയാണ് എന്നുള്ളതുകൊണ്ട് പിന്നെ പാടുന്ന സമയത്ത് രണ്ടുപേര് പാടി നിർത്തരുത്. ഇല്ല തീർച്ചയായും പാട് കേട്ടോ. ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ഓക്കെ. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ, തമ്പുരാനെത്തിടും മുമ്പേ കരിഞ്ഞാടും കോര പറിച്ചാട്ടെ. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ, തമ്പുരാനെത്തിടും മുമ്പേ കരിഞ്ഞാടും കോര പറിച്ചാട്ടെ. തകതക താത്തിനും തകത്തേതാര, തകതിനും തകത്തേതാര, താത്തിനന്തക തകതിനന്തക താരാതിനും തകത്തേതാര. കണ്ടം പൂട്ടിയടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ടേ, വെള്ളം കോരിത്തേവി ഉള്ളം കിടുങ്ങാത്ത വേലക്കിടാങ്ങളുണ്ടേ. തകതക താത്തിനും തകത്തേതാര, തകതിനും തകത്തേതാര, താത്തിനും തകതിനും തകത്താരാതിനും തകത്തേതാര. കണ്ടം പൂട്ടിയടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ടേ, വെള്ളം കോരിത്തേവി ഉള്ളം കിടുങ്ങാത്ത വേലക്കിടാങ്ങളുണ്ടേ. വെറ്റവം നിന്നവളെ തത്ത ചുണ്ടുള്ള വാമുറുക്കേ, അന്തിക്കൊരുത്തി മുറുക്കി പെരുത്തവൾ വീണതു ചേറ്റിലാണേ. ഓക്കെ അല്ലടാ? അത്ര പോരെ?
വാവ്. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. അടിപൊളി. ഇനി നാടൻ പാട്ടുകളൊക്കെ ആർക്കും സജസ്റ്റ് ചെയ്യട്ടോ ഇനി നാടൻ പാടാൻ പാട്ടുകളോ വേണ്ടിട്ട്. ഏത് പാട്ടുകളൊക്കെ സജസ്റ്റ് നാടൻ പാട്ടിന്റെ ചെയ്യുന്നതിനനുസരിച്ചിട്ട് സെഷനാണ്, പാടണം. നാടൻ പാട്ടുകൾ സജസ്റ്റ് ചെയ്തോളൂ. അതെ. ഓക്കെ, തീർച്ചയായും അഭിക്ക് ഏറ്റവും തീർച്ചയായും. ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എടാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് നാടൻ പാട്ടിലെന്ന് വെച്ചാല് വളരെ ഞാൻ പല ലൈവുകൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പാടിയൊരു പാട്ടുണ്ട്. എടാ, അനൂപ് ചോദിക്കുന്ന പാട്ട് കയ്യൂരുള്ളൊരു സമരസഖാവ്. എന്റെ അനൂപേ. പിന്നെ തീർച്ചയായും ആ പാട്ട് നമുക്ക് പാടാം. പാടുന്നതിന് പ്രശ്നമില്ലല്ലോ മുസ, നമുക്ക് ആ പാട്ട് ഓക്കെ ഓക്കെ. പാടാലോ. ഓ ഓ, ആ പാട്ട് നമുക്ക് പാടാം. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു. കയ്യൂരുള്ളൊരു സമരസ, ഈ പാട്ട് പാടിയതിനു ശേഷം നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. കയ്യൂരുള്ളൊരു സമരസഖാവിനെ വീയൂരെന്നൊരു ഭയമില്ല, വയലാറുള്ളൊരു വിപ്ലവമുത്തിനെ വയ്യാവേലികളറിയില്ല, കണ്ണൂരുള്ളൊരു കമ്മ്യൂണിസ്റ്റിന് കണ്ണീരെന്നൊരു വിധിയില്ല, ചെങ്കനലെരിയും കരിവള്ളൂരെ ശങ്കിന് മഴയൊരു കുളിരല്ല. അങ്ങനെ പോകുന്ന ആ പാട്ട്. പിന്നെ ഓക്കെ ഓക്കെ. എടാ, ഇഷ്ടമുള്ള പാട്ട് ഏതാ നാടൻ പാട്ടിൽ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പാടാനുള്ള ഒരു പാട്ട്, അത് ഈ ഒരു കാലഘട്ടത്തിൽ അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട് കൂടിയാണ് എന്നുള്ളതുകൊണ്ട് ആ പാട്ടാണ് എല്ലാ സമയത്തും നാടൻ പാട്ടുകൾ പാടുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. ആ പാട്ട് ഇങ്ങനെയാണ്, പലരും പല സമയങ്ങളിലും കേട്ടിട്ടുണ്ട്. പാട്ടും പരുന്തക്കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ, എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യടി തെയ്യേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടി തെയ്യേ, ഇനിയുള്ള കാലം നമ്മള് പാടാണ്ടിരുന്ന നാടിന്റെ നട്ടല്ലു പൊട്ടി നമ്മളും ചാവേ, ചാവാണ്ടിരിക്കാനെങ്കിലും പാടടി തെയ്യേ, പാടിയിട്ട് ചാവാനെങ്കിലും പാടടി തെയ്യേ, പാട്ടും പരുന്തക്കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. ഓക്കെ അല്ലാണ് മൂസ? വാവ്. ഓ, കിടു കിടു കിടു. അടുത്ത പാട്ട് വന്നിട്ടുണ്ട്, താരക പെണ്ണാളെ. താരക പെണ്ണാളെ ഇപ്പൊ ഞാൻ പാടിയതേ ഉള്ളൂ. സഞ്ജു ഏട്ട പാട്ടൊന്നും പാടി വെച്ചതേ ഉള്ളൂ. വെറ്റമൊന്നിന്നവളെ തത്ത ചുണ്ടുള്ള വാമുറുക്കേ, അന്തിക്കൊരുത്തി മുറുക്കി പെരുത്തവൾ വീണതു ചേറ്റിലാണ്, തകതക താത്തിനും തകത്തെയ്താരാ, തകതിനും തകത്തെയ്താരാ, താത്തിനും തകത്തകതിനും തകത്താരാതിനും തകത്തെയ്താരാ. താങ്ക് യു. എടാ, വേറെ ഏതാ പാട്ട് വന്നേ? ഒരു നോക്കു കാണുവാനല്ലേ? അതെ, ഒരു നോക്കു കാണുവാൻ. ഒരു നോക്കു കാണുവാൻ. എടാ, ഓക്കെ, തീർച്ചയായും ആ പാട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പാടാം. ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മിഴിയകന്നു പോയോ, ഒരു കാറ്റുപോലെ എൻ കൂടെ വന്നവൾ വഴിമറന്നു പോയോ, ഒരു കഥയാ അവളകലും, അവളുടെ തേൻ ചിന്തുകൾ നോവുകളായി പടരും, അലിയുമൊരു കാറ്റിൻ ഇതളുകളായി വിട പറയാൻ ഇന്നെന്റെ ഈ വഴിയിൽ വഴിമറയുമേതോ നിഴലിൻ നിനവുകളായി, പ്രിയമെഴുമോമൽ കുളിരണിയും പുലരികളിൽ. ഓക്കെ, താങ്ക് യു താങ്ക് യു. സൂപ്പർ. എടാ, അടുത്ത പാട്ട് വന്നിട്ടുണ്ട്. അതിന് മുന്നേ എനിക്കൊരു സജഷൻ ഉണ്ട്. ഓ, തീർച്ചയായും ഒരു പാട്ട് ഏതാ? നമ്മുടെ പുതിയ ഒരു ഇതുണ്ട്, ആ ഫിലിമിന്റെ പേരും എനിക്ക് ഓർമ്മല്ല, വാതിൽക്കല്ല് നിക്കണ പ്രാവ് എന്ന് പറഞ്ഞിട്ടുള്ള വലിച്ചാ കേറോ? അതാണ്. എടാ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്ന മാത്രമാണ്. ഇന്ന് നമ്മളൊരു പ്രിയപ്പെട്ട ഒരു ഏട്ടൻ അത് പാടിയിട്ട് അടിപൊളിയാക്കിയിട്ട് കണ്ടതേ ഉള്ളൂ. എന്നാലും ജസ്റ്റ് ഒന്ന് പാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മളെ കീർത്തന മരിയ ജോസഫ്, കാർത്തു ഉണ്ടല്ലോ, കാർത്തു ശ്രീരാഗമോ എന്നുള്ള പാട്ടൊന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പിന്നെ നീ ഒന്ന് ഓർമ്മിച്ച് വെച്ചിട്ട് ഒന്ന് ചോദിക്കണേ.
അപ്പോ കാറ്റ് പോലെ വട്ടം വച്ച് കണ്ണിടയിൽ മുത്തം വച്ച് ശ്വാസമാകി തീ നിറച്ച് നീ എന്നരുവ് അത് പോവില്ല. ഞാൻ കുറച്ച് പിച്ച് താത്തി പാടിക്കോട്ടെ. ഞാവൽ പഴ കണ്ണി വയ്ക്കുന്നേ മൈലാഞ്ചിക്കാട്, അത്തറിന്റെ കുപ്പി തുറന്നേ മുല്ല ബസാറ്, ധിക്കറ് മൂളണ തത്തകളുണ്ട് ചൊല്ലണതെന്ത്, ഉത്തരമുണ്ട് ഒത്തിരിയുണ്ട് പ്രേമത്തിൻ തുണ്ട് പ്രിയനേ പ്രേമത്തിൻ തുണ്ട്, വാക്കുകള് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്. ഓക്കെ അല്ലടാ? ഓ അടിപൊളി. ഓക്കെടാ, താങ്ക് യു. രക്ഷയില്ലടാ. ഇനിയിപ്പം ആ പാട്ടും കൂടി ഒന്ന് പെട്ടെന്ന് പാടിയാലോ? ശ്രീരാഗമോ? നീ ഓർമ്മിച്ചില്ലെങ്കിലും പെട്ടെന്ന് പാടുന്നത്. പിന്നെ പ്ലാവില പുന്തളികയിൽ പാൽപായസ ചോറുന്നു, കൊതി തുള്ളി നിൽക്കുവതെന്തിനു ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ, കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ, ഇനിയുമീ തൊടികളിൽ ഇളവേൽക്കാൻ മോഹം, ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ, സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ, നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർക്കന്യയാ. ഓക്കെ അല്ലടാ? ഓക്കെ, താങ്ക് യുടാ. അപ്പോ ജിതിൻ റാം ഹായ്. ഹായ്, നമസ്കാരം, ഹലോ. സഞ്ജു ഏട്ടൻ പാലവും പാലവും നല്ല നടപ്പാലം. ജുബി ഏട്ടൻ ഏത് കരിരാവിലും. ഏത് കരിരാവിലും ഏതു കരിരാവിലും ഒരു കരണ്ടും വിരണമേ ഈ ഹൃദയവാദിയിൽ ചിറകിലു മുഴുകി വരൂ, അരികിലെ പുതുമന്ദാരമായി വിടരു നീ, കൊതി തോന്നുന്നൊരേ പുലരിയിൽ അത് അത്ര മതി. ബാക്കി പാടി ചിലപ്പോൾ പോവാൻ നല്ല സാധ്യതയുണ്ട്. അതാണ് അത് പാടി ചിലപ്പോൾ ബ്ലിഞ്ചാൻ സാധ്യതയുണ്ട്. അത് പാടിയ ചിലപ്പോൾ ബ്ലിഞ്ചി പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു മാത്രമേ ഉള്ളൂ. എടാ, വേറെ ഏതാ വന്നേ? വേറെ ഒരു മലയാളത്തില് പാലവും പാലവും. ഈ പാട്ട് നിനക്കറിയോ മൂസ? നമ്മളെ അദ്ദേഹം ഇപ്പം ഇതിനിടക്കാണ് മരണപ്പെട്ടു പോയത്. നമ്മുടെ ജിതേഷ് കക്കടിപ്പുറം എന്നുള്ള അതുല്യനായിട്ടുള്ള കലാകാരൻ. അദ്ദേഹമാണ് ഈ കൈതോല പായ് വിരിച്ച് എന്നുള്ള പാട്ടൊക്കെ നമുക്ക് സമ്മാനിച്ചൊരു പ്രിയപ്പെട്ട പാട്ടുകാരൻ. അപ്പോ പാലവും എന്നുള്ള പാട്ടിന്റെ ഒരു കുറച്ചുപേര് സഞ്ജു ജസ്റ്റ് ഒന്ന് പാടാൻ വേണ്ടി ശ്രമിക്കാം. പാലോം നല്ല നടപ്പാലം, അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം, ഒരു മിനിറ്റ്. ആയോരു പാലത്തിന്റെ തൂണേ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്
പൊന്നു എന്നൊരു വിളിയും കേൾക്ക്. എന്താണപ്പാ ഒരു വിളിയും കേട്ട് എന്റമ്മ വിളിക്കണോരൊച്ച പോലെ. എന്റമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളു. അപ്പൻ തന്നല്ലേ പറയാറുള്ളു. അങ്ങനെ പോകുന്ന അതിമനോഹരായിട്ടുള്ള പാട്ട്. ഓക്കെ. ദേവാങ്കണങ്ങൾ വന്നിട്ടുണ്ട്. എന്റെ അമ്മ ദേവാങ്കണങ്ങൾ. എടാ എനിക്ക് എല്ലാ കമന്റും കാണുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടേ. അതിനു മുമ്പ് ഞാൻ പറഞ്ഞുതരാം. അബിയേട്ടാ ഹായ്. ഹായ് ആരാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല, എന്നാലും ഹായ്. പിന്നെ ജസ്റ്റ് ഒന്ന് ആ പാട്ടൊന്ന് പാടാലടാ. ആ പാട്ടൊന്ന് നമുക്ക് പാടാം. അതുപോലെ തന്നെ അതിനിടയ്ക്കല്ല, നമ്മളെ അനിറ്റ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ്. അപ്പൊ അനിറ്റ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അനിറ്റ ആ പാട്ട് എനിക്ക് ആ പാട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഏതാണെന്ന് അറിയില്ല. വേറൊരു പാട്ടൊന്ന് സജസ്റ്റ് ചെയ്യാൻ. അതെ 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 അതെ, മിന്നലഴകെ ഒന്നും എനിക്കത് വേറൊരു പാട്ട് സജസ്റ്റ് ചെയ്താൽ വലിയ സന്തോഷം എനിക്ക്. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് പിന്നെ ദേവാങ്കണം പാടാം. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനാ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ. മൂസ ഈ പാട്ട് ചോദിച്ചാൽ എനിക്കറിയോ? കൊച്ചു, നമ്മളെ അനൂപ് കൊച്ചു, നമ്മളെ കൊച്ചുമാണ് ആ പാട്ട് ചോദിച്ചത്. ഇനി മഴ പെയ്യുമ്പോൾ കൊറേ ആൾക്കാര് ആരാധിക ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആരാധിക നമുക്ക് അതിനുമ്പ് മഴ പെയ്യുമ്പോഴേ എന്നുള്ള പാട്ട് നമുക്കൊന്ന് ജസ്റ്റ്. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി, രാരിക്കം രാരോ രേരിക്കം രേരേരോ, രാരിക്കം രാരോ രേരിക്കം രേരേരോ. മഴ പെയ്യുമ്പോഴേ നമുക്ക് പുട്ടില് ചൂടരുതോ, ഇടിവെട്ടുമ്പോഴേ നമുക്ക് പന്തലിൽ പോകരുതോ, രാരിക്കം രാരോ രേരിക്കം രേരേരോ, രാരിക്കം രാരോ രേരിക്കം രേരേരോ. ഓക്കേടാ, ശരി, താങ്ക് യു. ഇനി ഇനി ഏതാണ് മോസ? ഇനി ഇത് ആരാധിക. ഓക്കെ, ആരാധിക എന്റെ അനിറ്റ പറഞ്ഞു. ലൈലാഗമേ, തീർച്ചയായും അനിറ്റ ലൈലാഗമേ നമുക്കൊന്ന് പാടാൻ നോക്കാം. അതിനു മുമ്പായിട്ട് ഒന്ന് ആരാധിക എന്നുള്ള പാട്ടിന്റെ ഒരു. പിന്നെ അഭി, നമ്മളെ ഏകദേശം സമയം വൈൻഡപ്പ് ചെയ്യാനായിരുന്നു. സ്റ്റിൽ നമുക്ക് ഒരുപാട് സജഷൻ വന്നതിനോട് പാട്ട് പാടിയിട്ട് കറക്റ്റ് 1 hour നമുക്ക് എൻഡ് ചെയ്യാം. നമുക്ക് ഏത് സമയത്ത് എൻഡ് ചെയ്യണം? നമുക്ക് കറക്റ്റ് ഇനി ഒരു 20 മിനിറ്റ് ഉണ്ടാവും നമുക്ക്. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അല്ലേ? ഏകദേശം 6:05 വരെ. 15 മിനിറ്റ്. അതെ, നോക്കി അപ്പോ എടാ ആരാധിക. പിടയുന്നൊരെന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി, നീലയിലെ പ്രകാശമില്ലിനീ, മിഴിനീരു പേദമാരിൽ കെടാതെ കാത്ത പുഞ്ചിരി, നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പുന്തിരി, നിനക്കു തണലായി ഞാൻ.
തുണയായി പല കനവുകൾ പകലിരവുകൾ നിറമണിയുമീ കഥ എഴുതുവാൻ ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാ എന്റെ നെഞ്ചാകെ നീയല്ലേ എന്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാനും നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ എന്നുമെന്നും ഒരു പുഴയായി ആരാധിക്കേ മഞ്ഞു തീരും വഴിയരികെ. ഓക്കെ ഓക്കെടാ, ആ പാട്ട് പറയാം. ഓക്കെ ഓക്കെ, അശ്വതിക്കാണ് അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, നമ്മളെ സ്വന്തം അശ്വ. അതെ അതെ. ഇനി പിന്നെ നമ്മളെ നേരത്തെ അന്നിറ്റ് പറഞ്ഞില്ലേ, പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ മിഴി തോരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ ആകാശമേ നീർപ്പെയ്യുമോ പ്രണയാർദ്രമീ രാത്രിയിൽ ഇന്നിതാ. ഓക്കെ അല്ലേ അനിറ്റ? താങ്ക് യു. ആ പാട്ട് അതുപോലെ ശരത്ത് ഒരു പാട്ടും കൂടി ഒന്ന് അതും കൂടി ഒന്ന് പാടി നമുക്കൊന്ന് കുറച്ചു നേരം സംസാരിക്കാം. ശരത്ത് അതൊരു നാടൻ പാട്ടാണ് കേട്ടോ, ഒരു നാടൻ പാട്ടാണ്. കുമ്പി മൂഖവാനെ വച്ച വീളക്ക് എന്റെ ഗുരുനാഥ അടിപാദം തൊഴുന്നേ അത്തീ നല്ല ചെത്തി ചെന്തായ് മരം കരിനീല തുളസിമേൽ ദൈവം വന്നു താലി ചാർത്തി. അങ്ങനെ പോകുന്ന ആ പാട്ട്. അപ്പോ ആ പാട്ട് അവന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോ എന്താടാ മുസാഫ്, ഇനി എന്താ സംസാരിക്കാനുള്ളത്? ഇനി എന്താ സംസാരിക്കാനുള്ളത്? പാട്ട് തന്നെയാണെന്നല്ലേ. ഇനിയിപ്പം ആരെങ്കിലും കുറച്ച് 2-3 സജസ്റ്റ് ചെയ്താല് നല്ലതാണ്. നമുക്ക് ഏകദേശം 10 മിനിറ്റോടെ സമയമുള്ളൂ. അതെ 10 മിനിറ്റ് കൂടെ സമയം. എടാ ഈ ദ റെഡ് ഷെയ്ഡ്, എനിക്ക് പാട്ടും പരുന്ത കെട്ടുന്നുള്ള പാട്ട് ഇപ്പൊ ജസ്റ്റ് ഒന്ന് പാടിയതേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഒരു പാട്ട് പാടാം. ഈ പാട്ട് എന്ന് വെച്ചാല് നമ്മളെല്ലാ ഫയർഫ്ലൈസിലുള്ള കൂടെ നിന്ന് പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ആ പാട്ട് നമുക്കൊന്ന് പാടാം. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ഫയർഫ്ലൈസിന്റെ എല്ലാവർക്കും, മൂസ, ഗൗതു, അർഷു, പാറു, അതുപോലെ ആര്യ, ശ്രീഹരി, എല്ലാവർക്കും ഞാനിങ്ങനെ പേരെടുത്ത് എല്ലാവരെയും പറയുന്നില്ല, എന്നാലും എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് നമുക്ക് ആ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാരണം ഈ ഒരു സ്പേസിൽ വന്നുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് അത്രയും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. പിന്നെ അപ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പഴയ പാട്ടാണ്, ഈ ലൈവ് കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കുവെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പോ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം
നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. കാടുപൂത്തല്ലോ ഞാവൽ കാപ്പഴുത്തല്ലോ, എന്തേ നേരമായില്ലേ എന്റെ കൈ പിടിച്ചിടാൻ. വന്നു മൂളിപ്പാട്ടു പാടി വന്ന മുളം തത്തമ്മേ, ഇന്നീ ആളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തു. അല്ലിയാമ്പൽ കടവിലം നരയ്ക്കുവെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പുവെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫോർ ദാറ്റ്. എടാ, ഇനിയിപ്പം ഒരാളില് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണാൻ കിട്ടില്ല. അജയ് KTV കാണുന്നുണ്ട്. അതേപോലെ 10ാം ക്ലാസ് പഠിച്ച ആളാണ്. അത് അടിപൊളി ഒരു എന്താ പറയാ ആർട്ടിസ്റ്റ് കൂടിയാണ്. അജയ്, ഹായ്. കാണുന്നുണ്ട് എന്നുള്ളതിൽ വലിയ സന്തോഷം. അജയ് ഒരു മൂസ ഒരു ഹായ് പറഞ്ഞവനോട്. ഹായ് അജയ്. ഇനിയിപ്പം അശ്വതി പറഞ്ഞൊരു തമിഴ് പാട്ട് പാടണം. ഉയരെ 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 ഉയരെ. ഓക്കെ, ഉയരെ ഉയരെ വന്ന് നിന്നോ വന്ന് നെഞ്ചോ വന്ന് എന്നോ வந்தேன் கண்ணோடு கலைந்து விடு. காதல் இருந்தால் என்னை நெஞ்சோடு கலைந்து விடு. காலம் தடுத்தால் என்னை மண்ணோடு கலைந்து விடு. உயிரே உயிரே வந்தேன் கண்ணோடு கலைந்து விடு. நிலைவே நிலைவே வந்தேன் നെഞ്ചോട് കലൈந்து വിട്. അപ്പൊ പോരെ, അത് പോരെ, അത് സെറ്റായി. കണ്ണാലൊരു സേവൈ சொல்லடி உன்னால் நல்ல தேவை. ஜென்மமே அன்பே உனக்காக அன்பே நடத்தாக. நான் உன்னை தீங்க மாட்டேன், தீங்கினால் தூங்க மாட்டேன். சேர்ந்ததை நம் ஜீவனே சுந்தரி. கண்ணால் ஒரு சேவை சொல்லடி എന്നാൽ നല്ല തേവൈ. നമ്മുടെ പ്രിയപ്പെട്ട SPB സാറിന് വേണ്ടിയിട്ടും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഫയർഫ്ലൈസിന്റെ ഒരു വലിയൊരു എന്താ പറയുക ഒരു ആദരം എന്നൊക്കെ പറയുന്നത് പോലെ ഈ പാട്ട് ഫയർഫ്ലൈസിന് വേണ്ടിയിട്ട് കൂടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഫയർഫ്ലൈസിന് വേണ്ടി ശിരസ് കുനിക്കുന്നു. അപ്പോ ഇനിയിപ്പോ എന്താണ്, മൗനം സ്വരമായി. എടാ, അതും കൂടി പാടിക്കഴിഞ്ഞ ഒരു 1-2 പാട്ട് പാടുമ്പോഴത്തേക്ക് നമ്മൾ ടൈം ആവും തോന്നുന്നല്ലേ. അനൂപ് ടൈം ആവില്ലേ? അനൂപിന് വേണ്ടിയിട്ട്, അനൂപ് പള്ളിക്കര. നമ്മള് വേറൊരു കാര്യം കേട്ടോ, അനൂപിന്റെ ഏട്ടനാണ് കഴിഞ്ഞ ദിവസം നമ്മളെ ചട്ടഞ്ചാല് ഭാഗത്തൊരു ആളെ ഒരു കുളത്തിൽ വീഴുന്ന സമയത്ത് രക്ഷിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നില്ലേ, അത് നമ്മളെ അനൂപിന്റെ ഏട്ടൻ കൂടിയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആ പാട്ട് നമ്മളൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മൗനം സ്വരമായി ഈ പൊൻവീണയിൽ സ്വപ്നം മലരായി നിൻ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയോതി ദൂരെ
ആ ജന്മം സഫലം മലരായി. ഓക്കേടാ, താങ്ക് യു അനു. ഇനിയിപ്പം നമ്മൾ ഏകദേശം പാട്ടെല്ലാം കഴിഞ്ഞു. അപ്പൂസ് വന്നിട്ടുണ്ട്. അപ്പൂസ് നമ്മളൊരു സ്വന്തം അനിയൻ ചെക്കനാണ്. അപ്പൂസെ ഹായ്, നമസ്കാരം. ആം ഹരി. ഹരി ഹായ്, താങ്ക് യു. ഇനിയിപ്പം പൂമുത്തോളെ പൂമുത്തോളെ ആ ആ നമുക്ക് പൂമുത്തോളെ പാടാൻ പൂമുത്തോളെ അല്ലേ? പൂമുത്തോളെ നീരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരേരാരും വിടരല്ലേ മണിമുത്തേ കൺമണി, മാറത്തൂരക്കാരിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടേടി, മാനത്തോളം മഴവില്ലായി വളരേണം നെന്മണി. ഓക്കെ, അത്ര പോലെ പാട്ട് പാടാം. ഇനി നമുക്ക് സമയത്തിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. ഇനിയിപ്പം എടാ നമ്മളെ പ്രസി ചേച്ചി മിഴിയിൽ നിന്നും എന്റെ ദൈവമേ, പ്രസി ചേച്ചിക്ക് വേണ്ടി അതെ എല്ലാവരുടെയും സ്നേഹം പ്രസി ചേച്ചി അറിയിക്കുന്നു. പ്രസി ചേച്ചിക്ക് വേണ്ടിട്ട് ആ പാട്ട് ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞേ പോയി നമ്മൾ, മെല്ലെ മഴയറിഞ്ഞില്ല ഇരവറിഞ്ഞിൽ അകമഴിഞ്ഞോ നമ്മൾ തമ്മിൽ, മെല്ലെ അണിയമായി നീ അമരമായി ഞാൻ ഉടൽ തുളുമ്പി തോഴി തമ്മിൽ, മെല്ലെ തോണി നിറഞ്ഞ് പ്രാണൻ കവിഞ്ഞ് ഈണമായി നമ്മിൽ, മെല്ലെ മായാനദി. ഓക്കേടാ, ഓക്കെ. അപ്പൊ ആ പാട്ട് കൂടി ഏകദേശം നമുക്ക് ചോദിച്ച പാട്ടുകളെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് പാടി. ഇനിയിപ്പോ എന്താണ് നമുക്ക് ഏകദേശം ചെയ്യാൻ തോന്നുന്നു. യാത്ര പറയാണ്ട് വിട പറയേണ്ട ഒരവസ്ഥ വരരുത് നമുക്ക് ലാസ്റ്റിലേക്ക് പാട്ട് പാടി. അതാണ് ഇനിയിപ്പം പാടിയ പാട്ടുകൾ ജസ്റ്റ് മനഃപൂർവ്വം സ്കിപ്പ് ചെയ്യുന്നതല്ല, സമയത്തിന്റെ ഒരു പ്രശ്നമുള്ളതും കൂടിയാണ്. ഒരു പാട്ട് കൂടി പാടിയിട്ട് എൻഡ് ചെയ്യാം. ഇപ്പൊ ഈ ചോദിക്കാനിരിക്കുന്ന പാട്ടുകളെല്ലാം ചേർന്നിട്ട് ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നു, ഇതിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, എന്താണ് ഫയർഫ്ലൈസ് എന്നറിയാത്ത കുറെ സുഹൃത്തുക്കളുണ്ട്. അപ്പോ ഫയർഫ്ലൈസ് എന്താണ്, നമ്മളെ ഇപ്പൊ ഈ കണ്ട ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു നല്ലൊരു സ്പേസ് ആണ് ഫയർഫ്ലൈസ് എന്നുള്ളത്. കുറേയേറെ പ്രൊജക്ടുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഫയർഫ്ലൈസിന് സാധിച്ചിട്ടുണ്ട്. നിരവധി പ്രൊജക്ടുകൾ. പ്രൊജക്ടുകളുടെ പേരൊന്ന് മൂസി ഒന്ന് പറയോ എല്ലാവർക്കും വേണ്ടിയിട്ട്? ഒന്ന് ജസ്റ്റ് നമ്മൾ ചെയ്ത പ്രൊജക്ടുകളുടെ പേര് മാത്രം ഒന്ന് പറയോ സാർ? ഓക്കെ, നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കോവിഡിന്റെ സമയത്ത് കുഞ്ഞു കുട്ടികൾക്ക് UP കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മെന്റർ ചൈൽഡ് എന്നുള്ള ഒരു സിലബസ് ഉണ്ടാക്കിയിട്ട് അവർക്ക് കുറെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പ്രൊജക്ട്, മെന്റർ ചൈൽഡ് എന്ന് പറഞ്ഞൊരു പ്രൊജക്ട്. കോവിഡിന്റെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയി. ലേറ്റസ്റ്റ് ആയിട്ട് അപ്പോ നമ്മളിപ്പോ പെരിയ ബേസ്ഡ് ആയിട്ടാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ സുഹൃത്തുക്കൾ കുറെ ആൾക്കാരുള്ളത് കൊണ്ട് പെരിയ ബേസ്ഡ് ആയിട്ടാണ് ഇപ്പൊ നടത്തുന്നത്. സോ ചാലിങ്കാലിലാണ് നമ്മുടെ ചില്ല എന്ന് പേരുന്ന നമ്മുടെ സ്വന്തം ഓഫീസ് എന്നൊക്കെ പറയരുത്, ഞങ്ങളുടെ ഫയർഫ്ലൈസിന്റെ മിന്നാമിന്നി കൂട്ടത്തിന്റെ ഒരു പ്ലേസ് ചില്ലയാണ്. സോ എല്ലാവർക്കും ഒരു ചില്ലയിലേക്ക് കൂടി സ്വാഗതം. നിങ്ങൾ എല്ലാവരും ഫയർഫ്ലൈസിലേക്ക് കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫയർഫ്ലൈസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വരാം, കൂട്ടുകൂടാം. സോ എല്ലാവരും ഫയർഫ്ലൈസിന്റെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ ഏകദേശം അവസാനിപ്പിക്കാറായി. എന്നാലും ഇനിയിപ്പോ എന്താ പറയാ, കോവിഡ് ആണ്, അങ്ങനത്തെ ഒരു സാമൂഹിക പശ്ചാത്തലമാണ്. നമ്മളിപ്പോ അകന്നിരുന്നു നമ്മൾ ഒരുമിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ ഇനിയും മുന്നോട്ടേക്ക് ഇനി കുറച്ച് ദിവസങ്ങളൂടി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാൻ വേണ്ടി സാധിക്കട്ടെ. എപ്പോഴും നമ്മുടെ കോളർ ട്യൂണൊക്കെ ഇപ്പൊ കേൾക്കുന്നത് പോലെ പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിങ്ങളെല്ലാം വിശ്വസിക്കുന്നു.
അപ്പൊ നമുക്ക് അപ്പൊ ഇനി അവസാനത്തെ 15 സെക്കൻഡ് ഉണ്ട്. അതെ അപ്പം അവസാനത്തെ ഒരു വൈൻഡപ്പ് പാട്ട് കൂടി ചെയ്യുന്നല്ലേ? പാടിയിട്ട് അവസാനത്തെ ഒരു പാട്ട് കൂടി പാട്ടുള്ള പാടിയിട്ട് സമയമല്ല, 10 പാടാം, സെക്കൻഡിൽ പാടുന്ന സമയം